ലോകം മുഴുവൻ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഒരു വശത്ത് ഇറാന്റെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള മുട്ടൻ യുദ്ധം, മറുഭാഗത്ത് ചൈനയുടെ സാമ്പത്തിക സാമ്രാജ്യം തകർക്കാൻ ഇന്ത്യ ഒരുക്കുന്ന വമ്പൻ തന്ത്രം. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്നില്ല എന്താണ് ഈ ഹോർമൂസ് എന്നും എന്താണ് ഈ മലാക്ക എന്നും. എന്നാൽ കേട്ടോളൂ, ചൈനയുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചൈന പണ്ടേ കരുതിയിരുന്നത് അവർക്ക് ആരെയും പേടിക്കേണ്ട എന്നാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ കഴുത്തിന് പിടിക്കാൻ ഇന്ത്യ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്ക് കൊടുക്കാൻ പോകുന്നത് വെറും പണിയല്ല, അടിച്ചാൽ തിരിച്ചടിക്കാത്ത 16ന്റെ പണിയാണ്. ഇതിനിടയിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിക്ക് പട്ടായ ടൂറാണ് വലുത്, മോദിക്ക് ഇന്ത്യയുടെ സുരക്ഷയും. എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇറാനും മറ്റും അവിടെ എപ്പോൾ പ്രശ്നമുണ്ടായാലും ആദ്യം അടയ്ക്കുന്നത് ഈ വഴിയാണ്. അതടച്ചാൽ ലോകം സ്തംഭിക്കും, പെട്രോൾ വില കുതിക്കും, പാൽ മുതൽ പച്ചക്കറി വരെ വില കൂടും. അതായത് നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾക്ക് വില കൂടുന്നത് ഈ ഹോർമൂസിലെ പിരിമുറുക്കം കൊണ്ടാണ്. ലോകത്തിന് ഒരു ഹോർമൂസ് മതി, പക്ഷേ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഹോർമൂസ് വേണം. അതെ, ഇന്ത്യ സ്വന്തമായി ഒരു ഹോർമൂസ് നിർമ്മിക്കാൻ പോകുന്നു. അത് മറ്റെവിടെയുമല്ല, ലോകത്തിന്റെ സാമ്പത്തിക ഹൃദയമായ മലാക്ക കടലിടുക്കിൽ. മലാക്ക കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ചൈനയുടെ കഴുത്താണ്. അവരുടെ 80% എണ്ണയും 40% വ്യാപാരവും പോകുന്നത് ഇതിലൂടെയാണ്. ഇവിടെ ആര് വന്നു നിന്നാലും ചൈനയുടെ സാമ്പത്തിക നട്ടെല്ലോടിയും. പണ്ട് ചൈന ഗ്വാദറിലും ഹമ്പൻ തോട്ടയിലും ഒക്കെയായി 17 തുറമുഖങ്ങളിൽ കാശിറക്കി ഇന്ത്യയെ വളയാൻ നോക്കി. അതിനെ നമ്മൾ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് വിളിച്ചു. പക്ഷെ ഇന്ന് ഇന്ത്യ തന്ത്രത്തെ പൊളിച്ചടുക്കി. ഇന്ത്യയും ഇന്തോനേഷ്യയും കൈകോർത്തതോടെ മലാക്കയിൽ ഇന്ത്യയുടെ പിടിമുറുകി. ഇനി ചൈനയുടെ കപ്പലുകൾക്ക് ഇന്ത്യയുടെ അനുവാദം ചോദിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി കേരളക്കാർ വിചാരിക്കുന്നുണ്ടാവും, രാഹുൽ ഗാന്ധി പട്ടായ സന്ദർശിക്കുന്നത് പോലെ വെറുതെ നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ഒരു സർക്കിട്ടിന് പോകുകയാണെന്ന്. കാരണം രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർക്കും കേരളത്തിലെ ചില ചാനലുകാർക്കും അത്രയ്ക്ക് വിവരമേ ഉള്ളൂ. 2008 ചൈനയുമായി എന്തോ ഒരു കരാർ ഒപ്പുവെച്ച് ഇന്ത്യയെ തുലയ്ക്കാൻ നോക്കിയ ആളാണ് അദ്ദേഹം. ഇന്ന് ഇന്ദിരാ പോയിന്റിലെ വികസനത്തെ എതിർക്കാൻ സോണിയാഗാന്ധി ലേഖനം എഴുതുന്നു, രാഹുൽ തെരുവിൽ സമരം ചെയ്യുന്നു. സ്വന്തം മുത്തശ്ശിയുടെ പേരിൽ നാമകരണം ചെയ്ത ഇന്ദിരാ പോയിന്റിന്റെ ചരിത്രം പോലും അറിയാത്ത ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. EVM മെഷീൻ ചതിയനാണെന്ന് പറയുന്ന രാഹുലിന്റെ ബുദ്ധിയേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഇന്ന് ഇന്ത്യയുടെ ഈ നാവിക കരുത്ത് എന്ന് ലോകത്തിനറിയാം. ഇനി എന്താണ് ഈ സബാങ് എന്ന് നോക്കാം. മലാക്കയുടെ വടക്കേ വാതിലിൽ ഇന്തോനേഷ്യയിലുള്ള തുറമുഖം. അവിടെ ഇന്ത്യ നിർമ്മിക്കുന്നത് വെറുമൊരു തുറമുഖമല്ല, 40 മീറ്റർ ആഴമുള്ള തുറമുഖം. അവിടെ അന്തർവാഹിനികൾക്ക് വരാം, യുദ്ധക്കപ്പലുകൾക്ക് വരാം. ഗ്രേറ്റ് നിക്കോബാറിലെ $9 ബില്യൺ ട്രാൻസ് ഷിപ്മെന്റ് ഹബ്ബും സബാങ്ങും ചേരുമ്പോൾ അതൊരു പിൻസർ മൂവ്മെന്റായി മാറും. ശത്രുക്കൾക്കിടയിൽ ഇന്ത്യയുടെ ഒരു വലിയ ഇടുക്കി. ഇതിനെയാണ് തന്ത്രജ്ഞർ ചൈനീസ് നൈറ്റ്മെയർ എന്ന് വിളിക്കുന്നത്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ശ്വാസം കിട്ടാതെ പിടയുന്ന ദിവസം അധികം ദൂരെയല്ല. ഇനി ഈ കരാറിലേക്ക് വരാം. ഇത് വെറും ടൂറിസം അല്ല. ഇന്തോനേഷ്യക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ കൊടുക്കുന്നു, അസ്ത്ര മിസൈലുകൾ കൊടുക്കുന്നു. ഇത് ചൈനയ്ക്കുള്ള നേരിട്ടുള്ള മുന്നറിയിപ്പാണ്. ഇന്തോനേഷ്യയിലെ സ്റ്റീലിലും നിക്കലിലും ഇന്ത്യ നിക്ഷേപിക്കുന്നു. ഇത് ചൈനയുടെ ആധിപത്യം തകർക്കാൻ വേണ്ടിയാണ്. ക്രോസ് ബോർഡർ QR പേയ്മെന്റ് മുതൽ EVM സാങ്കേതിക വിദ്യ വരെ ഇന്ത്യ ഇന്തോനേഷ്യക്ക് നൽകുന്നു. രാഹുലിന് EVM കുഴപ്പമാണ്, പക്ഷെ ഇന്തോനേഷ്യക്കാണ് നമ്പർ 1. ഇതാണ് ഇന്ത്യയുടെ റേഞ്ച്. 2026 ആൻഡമാൻ ആസിയാർ കണക്ടിവിറ്റി മീറ്റിംഗിൽ ഇന്ത്യയുടെ ഈ കരുത്ത് ലോകം കാണാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഇത്രയും ശക്തമായൊരു സമുദ്ര തന്ത്രം മെനയുന്നത്. ചൈന വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത സ്ട്രിംഗ് ഓഫ് പേൾസ് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ഇന്ത്യ പൊട്ടിച്ചെറിയുകയാണ്. കടലിൽ ആര് വാഴുന്നുവോ അവരാണ് ലോകം ഭരിക്കുന്നതെന്ന പഴമൊഴി അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ നടപ്പിലാക്കാൻ പോവുകയാണ്. ചൈനയുടെ വിപുലീകരണ നയങ്ങൾക്ക് മലാക്ക കടലിടുക്കിൽ ഇന്ത്യ തീർത്ത ഈ മതിൽക്കെട്ട് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം തന്നെയായി മാറും. ചെസ് ബോർഡിൽ ഒരു കരു നീക്കുന്നത് പോലെയാണ് ഇന്ത്യ മലാക്കയിൽ കളിക്കുന്നത്. മലാക്ക കടലിടുക്ക് ഒരു ചോക്ക് പോയിന്റ് ആണ്, എന്നാൽ അതിനെ ഇന്ത്യ ഒരു ചെക്ക്മേറ്റ് പോയിന്റ് ആക്കി മാറ്റുകയാണ്. ഗ്വാദർ മുതൽ ജിബൂട്ടി വരെ ചൈന പണിത തുറമുഖങ്ങൾ വെറും നിക്ഷേപങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സബാങ്, ഗ്രേറ്റ് നിക്കോബാർ എന്നിവ സെക്യൂരിറ്റി ഹബ്ബുകളാണ്. അതായത് സമുദ്രത്തിലൂടെ നീങ്ങുന്ന ഏതൊരു കപ്പലിൻ്റെയും ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ
ഇനി ഇന്ത്യക്ക് സാധിക്കും. ഇത് ചൈനീസ് നാവികസേനയുടെ നട്ടലൊടിക്കുന്ന ഒരു നീക്കം തന്നെയായി മാറും, അതിൽ സംശയമില്ല. ഇന്ത്യയുടെ കരുത്ത് ഇപ്പോൾ ആയുധങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. ബ്രഹ്മോസ് മിസൈലുകൾ ഇന്തോനേഷ്യ വാങ്ങുമ്പോൾ അത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ മികവിനുള്ള അംഗീകാരം തന്നെയാണ്. ആസിയാൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ചൈനയ്ക്ക് തങ്ങളുടെ അതിർത്തികളിൽ കൂടുതൽ സമ്മർദ്ദം നൽകുകയാണ്. ചൈനയുടെ കടം കൊടുത്ത് കെണിയിൽ വീഴ്ത്തുന്ന നയത്തിന് മറുപടിയായി ഇന്ത്യ സാങ്കേതിക സഹകരണത്തിൻ്റെ ഒരു പുതിയ മാർഗം തുറക്കുകയാണ്. ഇനി ഇന്ദിരാഗാന്ധിയുടെ പേരും വെച്ച് രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. ഇന്ദിരാ പോയിന്റിനെ കുറിച്ച് വാചാലരാകുന്നവർ ഇന്ന് ആ പോയിന്റ് ഇന്ത്യയുടെ സൈനിക താവളമായി മാറുമ്പോൾ അത് അഭിമാനിക്കേണ്ടതിന് പകരം എതിർക്കുന്നത് എന്തിനാണ്? വിദേശത്ത് പോയി ഇന്ത്യയുടെ EVM കുറിച്ച് മോശം പറയുന്നവർ ഇന്ന് ഇന്തോനേഷ്യക്കാർക്ക് നമ്മുടെ EVM മാതൃകയാണെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയെങ്കിലും കാണിച്ചോടെ. ഇന്ത്യ മലാക്കയിൽ കൊണ്ടുവന്ന ഈ ഒരു പുതിയ പൂട്ട് സൈന്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കഴുത്തിൽ വീണ കുരുക്ക് തന്നെയാണ്. ഇനി ഓരോ ദിവസവും ചൈനീസ് കപ്പലുകൾക്ക് മലാക്ക കടലിടുക്കിലൂടെ പോകണമെങ്കിൽ ഇന്ത്യയുടെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയും. ചൈന പണിത് വെച്ച സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ആ പടുകുഴിയിൽ അവർ തന്നെ വീണു പോകും. പണ്ട് ഇന്ത്യയെ വളയാൻ കളിച്ച ആ കളികളെല്ലാം ഇന്ന് ഇന്ത്യ തിരിച്ചു കളിച്ചപ്പോൾ അവർക്ക് ശ്വാസം മുട്ടുകയാണ്. ചൈനീസ് കമ്പോളങ്ങളിൽ ഇന്ത്യയുടെ നീക്കം എത്ര വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ലോകത്തെ ഏതൊരു വലിയ സാമ്പത്തിക ശക്തിക്കും തൻ്റെ വിഭവങ്ങൾ സുഗമമായി ലഭിക്കണമെങ്കിൽ കടൽപാതകൾ അത്യാവശ്യമാണ്. ആ പാതയിൽ ഇന്ത്യ കാവൽ നിൽക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ചൈനയുടെ എണ്ണയും ചരക്കുമെല്ലാം ഇന്ത്യയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും. ഇന്തോനേഷ്യയിലെ ഈ ഒരു സംഭവത്തിൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം വന്നതോടെ ചൈനയുടെ മലാക്ക ഇനി അവരുടെ സ്ഥിരം തലവേദനയായി മാറും. അവർക്കിനി എന്ത് ചെയ്താലും ഈ കുരുക്ക് അഴിക്കാൻ കഴിയില്ല. ഇന്ത്യ എന്ന് വെറുമൊരു രാജ്യമായിട്ടല്ല, മറിച്ച് ഈ മേഖലയിലെ സമുദ്ര രാജാവായിട്ടായിരിക്കും ഇനി വളരുക. ചൈനയുടെ ആ വലിയ സാമ്പത്തിക സ്വപ്നങ്ങളെല്ലാം മലാക്കയിലെ ഒരൊറ്റ തീരുമാനത്തിലൂടെ തകർന്ന് തരിപ്പണമായി പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ഫാക്ടറികൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുക്കൾ വൈകിയാൽ ഉൽപാദനം മുടങ്ങും. ഉൽപാദനം മുടങ്ങിയാൽ ആഗോള വിപണിയിൽ ചൈന ഔട്ടാകും. ഇത്രയും കാലം അവർ ഇന്ത്യയോട് കാണിച്ച എല്ലാ അഹങ്കാരത്തിനും ഒരൊറ്റ അടി കൊണ്ട് ഇന്ത്യ മറുപടി നൽകാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിശക്തമായ തന്ത്രപരമായ നീക്കം ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒന്നായിരിക്കും. കേവലം ഒരു തുറമുഖ നിർമ്മാണമോ ഒരു കരാറോ ആയി ഇതിനെ ലഘൂകരിച്ച് കാണരുത്, മറിച്ച് ദശകങ്ങളായി ഏഷ്യൻ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ചൈനീസ് വൻശക്തിയുടെ സ്വപ്നങ്ങൾക്ക് മേൽ ഇന്ത്യ അടിച്ച ആണി തന്നെയാണിത്. കാലങ്ങളായി ചൈന തങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ മേധാവിത്വം ഉപയോഗിച്ച് ഇന്ത്യയെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലൂടെ ഞെരുക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ പക്വതയോടെ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിന്റെ അവസാനം അങ്ങേയറ്റം പ്രഹരശേഷിയുള്ള ഒരു തിരിച്ചടിയാണ് ഇനി കാണാൻ പോകുന്നത്. ഇന്ന് ചൈനയുടെ മുന്നിലുള്ളത് അതിജീവിക്കാൻ സാധിക്കാത്ത ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അന്താരാഷ്ട്ര കടൽപാതകളിൽ നിർണായകമായ ഒരു പോയിന്റിൽ ഇന്ത്യയുടെ സാന്നിധ്യം എന്നത് ചൈനീസ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിക്കാൻ പാകത്തിലുള്ള തന്ത്രപരമായ മുന്നേറ്റമാണ്. ഇനിയുള്ള നാളുകളിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യയുടെ ഈ മലാക്ക മതിൽ തന്നെയാണ്. അവരുടെ എണ്ണക്കപ്പലുകൾക്ക് ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഒരു ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ആഗോള വ്യാപാരത്തിന്റെ വേഗം കുറയ്ക്കും. ഇത് ആഗോള വിപണിയിൽ ചൈനയുടെ വിശ്വസ്തതയെ ബാധിക്കുകയും അതുവഴി അവരുടെ സാമ്പത്തിക തകർച്ചയുടെ തുടക്കം കുറിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയോട് കളിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് മോദി സർക്കാർ ഇപ്പോൾ ഈ ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.